കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഡോണറ്റിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ചിക്കൻ ഡോണറ്റ് എന്നോ ചിക്കൻ വടയെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പ് തുറക്കോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. വട ഉണ്ടാക്കാനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് നന്നായി വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് അരഞ്ഞു പോവരുത്. അതേപോലെ തന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള 2 സവാള വളരെ പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊത്തി അരിയുന്ന പോലെ അരിഞ്ഞെടുത്ത് വെച്ചതാണിത്. 1 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഇത്രയും ചതച്ചെടുത്ത് വെച്ചതാണിത്. ഇത്രയുമാണ് ചിക്കൻ ഡോണറ്റിനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് ഡോണറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിന്റെ ടേസ്റ്റും മണവും ഒക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഫ്ലേവറിന് വേണ്ടി ഒരല്പം ചാട്ട് മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിനും ചിക്കനും ഒക്കെ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി 1 മുട്ട നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ കൂട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടി 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ ചിക്കൻ ഡോണറ്റിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡോണറ്റ് ഒന്ന് മുക്കിയെടുക്കാനുള്ള ഒരു സ്ലറി തയ്യാറാക്കണം. അതിനെ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഏകദേശം ദോശമാവിനെക്കാട്ടിലും നല്ല ലൂസായിട്ടുള്ള ഒരു പാകത്തിന് വേണം ഇത് കലക്കിയെടുക്കാൻ. അതേപോലെ തന്നെ ഡോണറ്റ് പൊതിഞ്ഞെടുക്കാനായി 4 സ്ലൈസ് ബ്രെഡ് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചിക്കൻ കൂട്ടിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുള എടുത്ത് നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം നടുക്കൊരു ഹോൾ ഇട്ട് നമ്മൾക്ക് വടയുടെ ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ഹോൾ ഇടുമ്പം സൈഡിലൊന്നും ക്രാക്ക് വീഴാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കോൺഫ്ലോർ സെറിയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ ചിക്കൻ വട ഇവിടെ ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതിനെ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം.
ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഡോണട്ട് എല്ലാം ഫ്രൈ ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വടയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, കാരണം ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പുറം ഭാഗം നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചിക്കൻ ഡോണറ്റ് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയൊന്നും ഒട്ടും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റാണിത്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കൻ ഡോണറ്റും നമ്മൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ചിക്കൻ ഡോണറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.